പാലക്കാട് ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡ് 2016 തുടങ്ങിയ ഈ റോഡ് പണി ആമ ഇഴയുന്നത് പോലെയൊക്കെ ഇഴഞ്ഞു തീങ്ങി 2025 ഒരു തരത്തിൽ കൊണ്ട് എത്തിച്ചു. അങ്ങനെ പണി പൂർത്തിയായി. എന്നിട്ടും റോഡ് ഉപയോഗിക്കാൻ ജനങ്ങൾ കാത്തിരിക്കണമെന്ന്. കാരണം മരുമകൻ മന്ത്രിക്ക് ഉദ്ഘാടിക്കാൻ സമയമില്ല. ഇതോടെ കലിവന്ന നാട്ടുകാരാകട്ടെ അവിടുത്തെ ജനങ്ങളെ അടക്കം വിളിച്ചുകൂട്ടി ഒരു ജനകീയ കൂട്ടായ്മ അവർ അങ്ങ് ഉണ്ടാക്കി. തുടർന്ന് അവർ തന്നെ ഈ റോഡിന്റെ ഉദ്ഘാടനം ചെയ്യാൻ ഒരുങ്ങിയതോടെ കുരുപൊട്ടിയ സഖാക്കൾ ഈ നാട്ടുകാരുടെ നെഞ്ചത്ത് ചെന്ന് കയറി. തുടർന്ന് നാട്ടുകാരടക്കം ഈ സഖാക്കളെ പഞ്ഞിക്കിട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പാലക്കാട് കാഞ്ഞിരപ്പുഴയിൽ നിന്നും വരുന്നത്. CPIM-ഉം ജനങ്ങളും തമ്മിൽ നടുറോഡിൽ കൂട്ടയടി നടത്തിയ വാർത്തകളാണ് പുറത്തു വരുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ ഇരുന്ന ചിറക്കൽപ്പടി റോഡാണ് ഒരു ദിവസം മുൻപേ ജനകീയ ഉദ്ഘാടനം ചെയ്ത് നാട്ടുകാർ തന്നെ തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചത്. ഇതോടെയാണ് CPM-കാർക്ക് കലിയിളകിയതും നാട്ടുകാരുടെ മേൽ ചെന്ന് കയറിയതും. നാട്ടുകാരുടെ ഉദ്ഘാടന പരിപാടി CPM പ്രവർത്തകർ ചേർന്ന് തടയുകയായിരുന്നു. പാലക്കാട് കാഞ്ഞിരപ്പുഴയിൽ ചിറക്കൽപ്പടി റോഡിന്റെ ജനകീയ ഉദ്ഘാടനമാണ് CPIM നേതാക്കൾ എത്തിച്ച് ബലം പ്രയോഗിച്ച് തടഞ്ഞതെന്നാണ് വിവരങ്ങൾ. പിന്നാലെ റോഡ് ഉദ്ഘാടനത്തിനെത്തിയ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജനകീയ സമിതിയിലെ അംഗത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നാണ് വിവരങ്ങൾ. അതായത് രാഷ്ട്രീയ ഭേദമന്യേ ആളുകളുള്ള സംഘടനയാണ് ഈ ജനകീയ കൂട്ടായ്മ. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നടത്തണമെങ്കിൽ ഒരു ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. എന്നാൽ ഇത് ജനങ്ങൾക്കേറെ ബുദ്ധിമുട്ടെന്ന് കണ്ടതോടെയാണ് ജനകീയ കൂട്ടായ്മ തന്നെ അങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിച്ചത്. മന്ത്രി മുഹമ്മദ് റിയാസ് എത്തുന്നതിന് ഒരു ദിവസം മുൻപേ വളരെ ആഘോഷപൂർവ്വം റോഡിലൂടെ നടന്ന ജനകീയ ഉദ്ഘാടനം നടത്തുമെന്ന് തന്നെ സംഘടന നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായി ഉദ്ഘാടനം ചെയ്യാൻ ശ്രമം നടത്തുകയായിരുന്നു. ഇതിനിടെ വിളംബര ജാഥയുമായി എത്തിയ LDF പ്രവർത്തകരാകട്ടെ ജനകീയ വേദി പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതോടെയാണ് രംഗം കൂടുതൽ വഷളായത്. മന്ത്രി ഉദ്ഘാടനം നടത്താനിരിക്കുന്ന റോഡ് മറ്റാരും തന്നെ ഉദ്ഘാടനം ചെയ്യേണ്ട എന്ന് പറഞ്ഞായിരുന്നു CPIM നേതാക്കൾ സ്ഥലത്തെത്തിയത്. തുടർന്നാണ് പ്രദേശത്ത് ഉന്തും തള്ളുമുണ്ടായത്. 8 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഈ റോഡ് പൂർത്തിയാകുന്നത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം 23 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് യാഥാർത്ഥ്യമാകുന്നത്. മുൻ പൊതുമരാമത്ത് മന്ത്രി G സുധാകരൻ 2018 ഈ റോഡിന്റെ നിർമ്മാണം തുടങ്ങിവെച്ചത്. 1.5 വർഷത്തിനകം പൂർത്തിയാകും എന്നായിരുന്നു അന്ന് പറഞ്ഞ കരാർ. എന്നാൽ വർഷം 5 എടുത്തിട്ടും പിന്നിട്ട് 1/4 ഭാഗം പോലും നവീകരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് നാട്ടുകാരാകട്ടെ റോഡ് നിർമ്മാണത്തിലെ മെല്ലെപ്പോക്ക് കാണിക്കുമ്പോൾ മഴക്കാലം തുടങ്ങുന്നതിൻ്റെ ഏതാനും ദിവസം മുൻപ് അറ്റകുറ്റപ്പണിക്ക് തുക അനുവദിക്കുകയും അടുത്ത മഴയ്ക്ക് മുൻപ് അത് ഒലിച്ചു പോവുകയും ചെയ്യുന്നതാണ് സ്ഥിരം പതിവ്. ഇത് തുടർന്നതോടെ റോഡ് പണിയുടെ മറവിൽ വൻ തുക തന്നെ അടിച്ചുമാറ്റാനുള്ള ശ്രമമാണ് എന്ന് തന്നെ നാട്ടുകാർ ആരോപിക്കുകയും ചെയ്തു. തുടർന്നാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതി ഇപ്പോൾ 99% പൂർത്തീകരിച്ചത്. ഇതിനിടെ ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡ് ഉദ്ഘാടനം ചെയ്ത ജനകീയ കൂട്ടായ്മയ്ക്ക് 1000 അഭിനന്ദനങ്ങളാണ് സോഷ്യൽ മീഡിയ അറിയിക്കുന്നത്. കൂടാതെ ഈ സംഭവത്തിൽ വരുന്ന കമന്റുകൾ ഇങ്ങനെയാണ്: ജനങ്ങളുടെ പരിശ്രമത്തിന്റെ വിജയമാണ് ഈ റോഡ്. 2016 തുടങ്ങിയ റോഡ് പണി 2025 99% പൂർത്തിയായി. ആമ പോലും നാണിച്ചു പോകുന്ന വേഗത്തിൽ ഇഴഞ്ഞു നീങ്ങിയ ഈ റോഡ് പണി ഇപ്പോഴെങ്കിലും പൂർത്തിയായതിൽ ജനങ്ങളുടെ കൂട്ടായ്മയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ഇതിനു മുന്നിൽ നിന്ന് ഒപ്പം നിന്ന് തോളോട് തോൾ ചേർന്ന എല്ലാ ജനങ്ങളോടും നന്ദി നന്ദി. അങ്ങനെ മറക്കാൻ പറ്റുമോ കാഞ്ഞിരപ്പുഴയിലെ ജനങ്ങൾക്ക് ഈ റോഡെന്ന് ചൂണ്ടിക്കാട്ടി നിലവിൽ ഈ വർഷങ്ങളിൽ നടന്ന അഴിമതിയെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ വ്യക്തമാക്കുന്നു. അതായത് കമ്മീഷൻ അടിച്ച് പാറപ്പൊടി വിതറി ജനങ്ങളെ തീറ്റിച്ചത് മറക്കില്ല. വീണ്ടും ലോറിയിൽ പാറപ്പൊടി കൊണ്ടുവന്നപ്പോൾ ജനങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. 5 വർഷങ്ങൾ ഈ റോഡിൽ പൊലിഞ്ഞ ജീവനുകൾ വേറെയാണ്. ജനങ്ങളുടെ നികുതി പണം കോൺട്രാക്ടർമാരുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ പറ്റിയതോർക്കുന്നു. നരകതുല്യമായ യാത്രകളാണ് ഈ റോഡ് സമ്മാനിച്ചത്. ജനങ്ങളുടെ ആരോഗ്യം നശിപ്പിച്ചത് സർക്കാരാണ്. രൂക്ഷമായ പൊടിശല്യം കാരണം മലിനമായ ഭക്ഷണങ്ങൾ കുട്ടികളെ കഴിപ്പിക്കേണ്ടി വന്നു. എത്രയോ വീടുകളാണ് സർക്കാർ ഇത് കാരണം പൊടിമലിനമാക്കിയതെന്നാണ് പറയുന്നത്. കാഞ്ഞിരപ്പുഴ റോഡ് പ്രതിരോധ ജനകീയ കൂട്ടായ്മയ്ക്ക് നന്ദി അർപ്പിക്കുന്നുവെന്നാണ് സോഷ്യൽ മീഡിയ തന്നെ വ്യക്തമാക്കുന്നതും. ആ നാട്ടുകാരുടെ ബുദ്ധിമുട്ട് നാട്ടുകാർക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് അവർ തന്നെ ഉദ്ഘാടിക്കാൻ ശ്രമിച്ചത്. എന്നാൽ തനിക്ക് സമയം കിട്ടുമ്പോൾ ഇത് ഉദ്ഘാടിക്കാൻ നിൽക്കുന്ന മരുമകൻ മുഖ്യമന്ത്രിക്ക് ഇതൊന്നും അറിയില്ല എന്ന കമന്റുകളടക്കമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.